ഹലോ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കേണ്ട കവറുകളും പാക്കറ്റുകളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പാക്കറ്റ് നമ്പർ 1, സ്റ്റാറ്റ്യൂട്ടറി കവർ. ഒന്നാം പാക്കറ്റിൽ പ്രധാനമായും 5 കവറുകൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. നമ്പർ 1, സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പാണ് ഒന്നാമത്തേത്. നമ്പർ 2, സീൽഡ് കവർ കണ്ടെയ്നിങ് രജിസ്റ്റർ ഓഫ് വോട്ട് ഇൻ 21A. 21A നമ്പർ ഫോറത്തിലുള്ള വോട്ട് രജിസ്റ്റർ ഉൾക്കൊള്ളിക്കുന്ന കവർ. നമ്പർ 3, സീൽഡ് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റ് ഇൻ ഫോം 21B. ടെൻഡേഡ് ബാലറ്റ് പേപ്പറുകളും 21B നമ്പർ ഫോറത്തിലുള്ള ടെൻഡേഡ് വോട്ടുകളുടെ ലിസ്റ്റും ഉൾക്കൊള്ളുന്ന കവർ. നമ്പർ 4, സീൽഡ് കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട് ഫോം നമ്പർ 21. 21ാം ഫോറത്തിലുള്ള തർക്കം ഉന്നയിക്കപ്പെട്ട വോട്ടുകളുടെ ലിസ്റ്റ്. നമ്പർ 5, സീൽഡ് കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ. ഉപയോഗിക്കാത്ത ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉൾക്കൊള്ളിക്കുന്ന കവർ. ഇങ്ങനെ പ്രധാനമായും 5 കവറുകൾ ഉൾക്കൊള്ളുന്നതാണ് പാക്കറ്റ് നമ്പർ 1. ഇതിൽ 5 കവറുകളും സീൽ ചെയ്ത് ഒന്നാമത്തെ പാക്കറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. എന്നാൽ പാക്കറ്റ് ഒരു കാരണവശാലും ആദ്യം സീൽ ചെയ്യേണ്ടതില്ല. പാക്കറ്റ് നമ്പർ 2, നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ. രണ്ടാമത്തെ പാക്കറ്റിൽ പ്രധാനമായിട്ടും 6 കവറുകളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. അതിലൊന്നാമത്തേത് ഫസ്റ്റ് 1, കവർ കണ്ടെയ്നിങ് റെസിപ്റ്റ്സ് ഫോർ ചലഞ്ചഡ് വോട്ട്സ് ഫോം N20. തർക്കമുന്നയിക്കപ്പെട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട റെസീറ്റ് ബുക്ക്. നമ്പർ 2, കവർ കണ്ടെയ്നിങ് കോപ്പീസ് ഓഫ് ഇലക്ടറൽ റോൾ അതർ ദാൻ മാർക്ക്ഡ് കോപ്പി. അടയാളപ്പെടുത്തപ്പെട്ട പകർപ്പ് ഒഴികെയുള്ള വോട്ടർ പട്ടികയുടെ പകർപ്പുകളോ ആണ് ഇതിൽ വെക്കേണ്ടത്. നമ്പർ 3, കവർ കണ്ടെയ്നിങ് അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ഫോം നമ്പർ 10. 10ാം നമ്പർ ഫോറത്തിൽ പോളിംഗ് ഏജൻറ്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. നമ്പർ 4, കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ഇൻഫോം വോട്ടേഴ്സ് ഫോം നമ്പർ 22 ആൻഡ് ഡിക്ലറേഷൻ ബൈ കമ്പാനിയൻ ഫോം നമ്പർ N15. 22ാം നമ്പർ ഫോറത്തിലുള്ള അന്ധരോ അവശതയുള്ളവരോ ആയ സമ്മതിദായകരുടെ ലിസ്റ്റും സഹായികളുടെ പ്രഖ്യാപനവും. നമ്പർ 5, കവർ കണ്ടെയ്നിങ് ഡിക്ലറേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം വോട്ടേഴ്സ് റിഗാർഡിംഗ് ദെയർ ഏജ് ഫോം നമ്പർ N16 ആൻഡ് ലിസ്റ്റ് ഓഫ് സച്ച് വോട്ടേഴ്സ് ഫോം നമ്പർ N18. വയസ്സ് സംബന്ധിച്ച പ്രഖ്യാപനം, അത്തരം വോട്ടർമാരുടെ ലിസ്റ്റും. നമ്പർ 6, കവർ കണ്ടെയ്നിങ് യൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്പ്. ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പുകളുടെ കവർ. ശ്രദ്ധിക്കുക, ഈ പാക്കറ്റും ഇതിനുള്ളിലിടുന്ന ചെറിയ കവറുകളും സീൽ ചെയ്യേണ്ടതില്ല. പാക്കറ്റ് നമ്പർ 3, മൂന്നാം പാക്കറ്റിൽ പ്രധാനമായും 11 കവറുകൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് ഗ്രീൻ പേപ്പർ സീൽ. ഉപയോഗിക്കാത്തതും കേടുപാട് സംഭവിച്ചതുമായ പേപ്പർ സീലുകൾ. നമ്പർ 2, കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് സ്ട്രിപ്പ് സീൽ. ഉപയോഗിക്കാത്തതും കേടുപാട് വന്നതുമായ സ്ട്രിപ്പ് സീലുകൾ. നമ്പർ 3, കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് സ്പെഷ്യൽ ടാഗ്. ഉപയോഗിക്കാത്തതും കേടുപാട് വന്നതുമായ സ്പെഷ്യൽ ടാഗുകൾ. നമ്പർ 4, കവർ കണ്ടെയ്നിങ് ഹാൻഡ് ബുക്ക് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈപ്പുസ്തകം. നമ്പർ 5, കവർ കണ്ടെയ്നിങ് ഇൻഡെലിബിൾ ഇങ്ക് സെറ്റ് ആൻഡ് കപ്പ്. മായ്ക്കപ്പെടാത്ത മഷി ഉൾക്കൊള്ളുന്ന കവർ. നമ്പർ 6, കവർ കണ്ടെയ്നിങ് സെൽഫ് ഇങ്കിങ് പാഡ്. സെൽഫ് ഇങ്കിങ് പാഡുകൾ. നമ്പർ 7, കവർ കണ്ടെയ്നിങ് മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ. നമ്പർ 8, കവർ കണ്ടെയ്നിങ് ആരോ ക്രോസ് മാർക്ക് റബ്ബർ സീൽ. നമ്പർ 8, കവർ കണ്ടെയ്നിങ് ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് സീൽ ആൻഡ് റബ്ബർ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ റബ്ബർ സീലും ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് സീലും.
നമ്പർ 10 കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പ്, ഉപയോഗിക്കാത്ത വോട്ടർ സ്ലിപ്പുകളുടെ കവർ. നമ്പർ 11 എനി അതർ ഐറ്റംസ്, മറ്റെന്തെങ്കിലും ഇനങ്ങളുണ്ടെങ്കിൽ അവയും. ഈ മൂന്നാമത്തെ പാക്കറ്റും ഇതിനുള്ളിലിടുന്ന ചെറിയ കവറുകളും സീൽ ചെയ്യേണ്ടതില്ല. പാക്കറ്റ് നമ്പർ 4, നാലാമത്തെ പാക്കറ്റിൽ പ്രധാനമായും 3 കവറുകളാണ് ഉള്ളടക്കം ചെയ്യേണ്ടത്. നമ്പർ 1 കവർ കണ്ടെയ്നിങ് എ കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ഇൻ 24A, 24A നമ്പർ ഫോറത്തിലുള്ള രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക്. ഇത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വെവ്വേറെ തന്നെ തയ്യാറാക്കേണ്ടതാണ്. നമ്പർ 2 കവർ കണ്ടെയ്നിങ് ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ, ക്യാൻസൽ ചെയ്ത ബാലറ്റ് ലേബൽ ഉൾക്കൊള്ളിക്കുന്ന രണ്ടാമത്തെ കവർ. നമ്പർ 3 കവർ കണ്ടെയ്നിങ് പേപ്പർ സീൽ അക്കൗണ്ട് അഥവാ പേപ്പർ സീൽ അക്കൗണ്ട് N14A ഉൾക്കൊള്ളുന്ന കവർ. ഈ നാലാമത്തെ പാക്കറ്റ് സീൽ ചെയ്തതിന് ശേഷം കൺട്രോൾ യൂണിറ്റിൻ്റെ പെട്ടിയിൽ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കണം. അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ പെട്ടിയുടെ പിടിയിൽ ടാഗ് ചെയ്തു വെക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രമ നമ്പർ 1, 3 അഥവാ പാക്കറ്റ് നമ്പർ 4ലുള്ള ഒന്നാമത്തേതും മൂന്നാമത്തേതുമായി പറയുന്ന ഇനങ്ങൾ ചിലപ്പോൾ റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളുകളിലും ആവശ്യപ്പെട്ടാൽ നൽകേണ്ടി വരും. അതിനാൽ അവയുടെ ഒരു പകർപ്പ് കൂടി അധികമായി തയ്യാറാക്കി കവറിലിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദെൻ പാക്കറ്റ് നമ്പർ 5, അഞ്ചാമത്തെ പാക്കറ്റിൽ പ്രധാനമായിട്ടും 3 കവറുകൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അതിലൊന്ന് കവർ കണ്ടെയ്നിങ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി ഫോം N13, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഉൾക്കൊള്ളുന്ന കവർ. നമ്പർ 2 കവർ കണ്ടെയ്നിങ് ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഫോം N10A, പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന കവറാണ് രണ്ടാമത്തേത്. നമ്പർ 3 കവർ കണ്ടെയ്നിങ് കോപ്പി ഓഫ് ലിസ്റ്റ് ഓഫ് ചലഞ്ച്ഡ് വോട്ട്സ് ഫോം 21, തർക്കം ഉന്നയിക്കപ്പെട്ട വോട്ടുകളുടെ ലിസ്റ്റിൻ്റെ പകർപ്പ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കവറുകളാണ് അഞ്ചാമത്തെ പാക്കറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഈ പാക്കറ്റും ഇതിനുള്ളിലിടുന്ന ചെറിയ കവറുകളും ഒരു കാരണവശാലും സീൽ ചെയ്യേണ്ടതില്ല. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി 2 തയ്യാറാക്കണം. അതിലൊന്ന് കവറിലിടുകയും രണ്ടാമത്തേത് ഒരു ചെറിയ കവറിലിട്ട് കയ്യിൽ കരുതുക. ഭരണാധികാരിയുടെ അഥവാ റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിൽ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരും. ഇതിനു പുറമെ ഫോമിൻ്റെ ബുക്കിൽ നിന്നും ഫോം N22ൻ്റെ റെസിപ്റ്റ് ഫോർ റിട്ടേൺ ഓഫ് ഇലക്ഷൻ റെക്കോർഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആഫ്റ്റർ പോൾ 2 സെറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കുകയും അതിൻ്റെ താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ സീലും ഡിസ്റ്റിങ്വിഷിംഗ് മാർക്കും പതിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ നിരവധി കവറുകൾ, പാക്കറ്റുകളും പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വോട്ടിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതിൽ ചിലത് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസവും ബാക്കിയുള്ളത് വോട്ടെടുപ്പിൻ്റെ അന്നേ ദിവസവും, അല്പം ചില കവറുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ ശ്രദ്ധയോടുകൂടി എത്ര എണ്ണം കോപ്പിയാണ് ഓരോന്നും വേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കൃത്യമായി തെറ്റാതെ പൂരിപ്പിച്ച് വോട്ടിംഗ് മെഷീൻ്റെ കൂടെ തന്നെ എല്ലാ കവറുകളും വോട്ടിംഗ് മെഷീൻ്റെ കൂടെ തിരിച്ചേൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.